ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കിണറുപണിയുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നമുക്ക് ഒരു ഫോളോവറിനാണ് കിട്ടിയത്. ഇന്ന് നമുക്ക് 50 ഫോളോവറിനെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് 50 തവണ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പൂണിന്റെ വലിപ്പം കുറച്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അതികഠിനമായ വരൾച്ചയാണ്. നാടിന്റെ രക്ഷയ്ക്കായി ഒരു സുന്ദര കില്ലാടിയായി ഞാൻ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി കിണർ കുഴിക്കുകയാണ്. ഇന്ന് നമ്മൾ കുഴിക്കുന്നത് വക്കാൻഡലിൽ നിന്ന് കിട്ടിയ ടൈറ്റാനിയം വെച്ചുണ്ടാക്കിയ സ്പൂൺ വെച്ചിട്ടാണ്. ഇതിന്റെ ഒരു കുഴി എന്ന് വെച്ചാൽ ഒരു 10 കുഴിക്ക് തുല്യമാണ്. നമ്മൾ അത്രയ്ക്ക് സ്പീഡിൽ കുഴിച്ച് അന്ന് വെള്ളം കണ്ടെത്തുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ പണി നടത്തുന്നു. ഓക്കെ, ബൈ. ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ഡേ 3 ഓഫ് കിണറുകയാണ്. ഓരോ ഹോളോസിനും ഓരോ സ്പൂൺ മണ്ണ് വെച്ചാണ് നമ്മൾ കൂട്ടുന്നത്. ഇന്ന് നമുക്ക് ഏകദേശം 2400 പേരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മാക്സിമം ഒരു 100 പേരെയാണ് എക്സ്പെക്ട് ചെയ്തത്. ഇതിലും അതിലും മറ്റടുത്ത ഐഡിയ പോയി. ഗൈസ്, രൂക്ഷമായ തൊഴിലില്ലായ്മ കൊണ്ടും കുടിക്കാനൊരു വെള്ളം പോലും ഇല്ലാത്തതുകൊണ്ടും ദഹിച്ചു തുടങ്ങി ഞാൻ കിണറിന്റെ പണി പുനരാരംഭിച്ചിരിക്കുന്നു. അവിടെ നേരത്തെ പുല്ല് ഉണങ്ങിയ വാഴയെല്ലാം ഞാൻ വിട്ടുകളഞ്ഞു. നമ്മൾ കണ്ടയിലെ ടൈറ്റാനിയം സ്പൂൺ ഒഴിഞ്ഞു പിടിക്കുന്നത് ഗൈസ്. പകരം നമ്മൾ വൈബ്രാനിയം വെച്ചുണ്ടാക്കിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ക്യാപ്റ്റൻ അമേരിക്കയുടെ സിവിലിൽ നിന്ന് തെറിച്ചു വന്ന പീസ് വെച്ചുണ്ടാക്കിയ വൈബ്രാനിയം സ്പൂണാണ്. ഇടയ്ക്ക് കഠിനകടകരമായ പാറകളും മണ്ണുകളും എല്ലാം തൃണോവിഗണിച്ചുകൊണ്ടാണ് നമ്മൾ കുഴി കുഴിച്ചിട്ടിരിക്കുന്നത്. കിണറിന്റെ ഷേപ്പ് എന്ന കറക്റ്റായിട്ട് റൗണ്ട് വ്യൂ വന്നിട്ടില്ല. കുഴിക്കുന്നതിനിടയ്ക്ക് കുറെ പ്ലാസ്റ്റിക്കും വലിയ കല്ലുമെല്ലാം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ എടുത്തു കളഞ്ഞു. ഫുള്ള് വീഡിയോ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം ട്രിം ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ചാനൽ ലിങ്ക് നമ്മുടെ ബയോയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ബൈ ഗൈസ്. ഓരോ ഫോളോവറിനും ഓരോ സ്പൂൺ മണ്ണ് വെച്ച് മാറ്റി കിണർ കുഴിക്കുന്നതിന്റെ ഡേ 4 ആണ് ഇന്ന് ടോട്ടൽ 2700 തവണ നമ്മൾ കുഴിക്കണം. നമ്മൾ വൈബ്രേനിയം സ്പൂണിന്റെ അതിശക്തമായ പവറും എന്റെ കൈ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. വേദന മാറ്റാൻ വേണ്ടി 3-4 നീഡിലെടുത്ത് കൈ കുത്തിയിട്ടുണ്ട്. എന്നാലും വെള്ളം കിട്ടാതെ ചാകണ്ടു എന്ന് വിചാരിച്ച് ശക്തമായ എന്റെ ഇടതൈ വെച്ചിട്ട് ഞാൻ പണി തുടങ്ങാമെന്ന് വെച്ചു. മണ്ണെല്ലാം നല്ല പായസം പോലെ ഒഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അപ്പുറത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ചപ്പോൾ കൂടുതൽ കല്ലായിരുന്നു കിട്ടിയത്. അതിഭീമാകാരമായ പങ്കറയുടെ സാന്നിധ്യം ഞാൻ എന്റെ വൈബ്രേനിയം സ്പൂണിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു പ്രകമ്പനം എന്റെ സ്പൂണിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എങ്കിലും ദാഹിച്ചു വലഞ്ഞ ഒരു തുള്ളി വെള്ളത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ് ഗൈസ്. കാത്തു നിന്ന് നോക്കി നോറ്റിരുന്നു കാൽപുഴഞ്ഞി കൈപുഴഞ്ഞി. എല്ലാരും കൂടി യൂട്യൂബിലും സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴിക്കാൻ കുറച്ച് എനർജി കിട്ടിയേനെ. ചാനലിന് നമ്മുടെ ബയോയിലുണ്ട്. ഇന്നത്തെ പണി ഏകദേശം തീർന്നു. നമ്മളിപ്പോൾ ടോട്ടൽ ഒരു 15 സെന്റിമീറ്ററോളം കുഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ഹായ് ഗൈസ്, ഇന്ന് കുഴിച്ചപ്പോൾ തന്നെ ആദ്യം ഒരു ഉൽക്കയും പിന്നെ ഒരു പശുവിനെയാണ് കിട്ടിയത്. പുതിയ സ്പൂൺ വരെ ഡേ 5 ആണ്. ഇന്ന് നമുക്ക് ടോട്ടൽ 1342 തവണയാണ് കുടിക്കേണ്ടത്. ഫോളോവേഴ്സ് അല്ല ഇന്ന് കുറവായിരുന്നു. ഇവിടെ നമുക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം കിണറ്റിലേക്ക് ഒഴിച്ചിരിക്കുന്നു. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത ഭാഗം യൂട്യൂബിൽ ഇട്ടത്. ഇപ്പോൾ നമ്മൾ കിണറിന്റെ അകത്തിട്ടാണ് കുടിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുവാനില്ലാതെ ദാഹിച്ച് പിടഞ്ഞ് വലയുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് എൻ്റെ കൈക്ക് മേലെങ്കിലും ഞാൻ വീണ്ടും പണി തുടർന്നത്. ഇവിടെ നാട്ടുകാരെ ഫുള്ള് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ് കിണറ്റിന് വെള്ളം വരുന്ന കാണാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ കിണർ പണി പൂർത്തിയാകും, അല്ലെങ്കിൽ കിണർ പണി കുളമാകും. എങ്ങനെയാണെങ്കിലും വെള്ളം കിട്ടും. ഇതിനിടയ്ക്ക് എനിക്കൊരു ബെറ്റിംഗ് ആപ്പിന് കൊളാബ് കിട്ടിയിരിക്കുന്നു. ബട്ട് അത് ഇല്ലീഗൽ ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ കുഴിക്കുമ്പോൾ മണ്ണിൻ്റെ അടിയിൽ നിന്നും വെള്ളത്തിൻ്റെ ഇടയ്ക്ക് നിന്നെല്ലാം പൊങ്ങി വരുന്ന രീതിയിൽ നമ്മൾ കൊളാബെല്ലാം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും വേണമെങ്കിൽ ബന്ധപ്പെടുക. നമ്മുടെ ടീം തുറന്ന് മലർത്തിയിട്ടുണ്ട്. ഇവിടെ ഫുൾ കഠോരമായ ഉൽക്കയിൽ നിന്നുണ്ടായ പാറകളാണ് ഗൈസ്. നമ്മൾ ശക്തമായ പുതിയ സ്പൂൺ ഉപയോഗിച്ചാണ് എല്ലാ പാറയും തൂക്കി എറിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് മുകളിൽ നിന്നൊരു പശു ഒന്ന് താഴ്ത്തോട്ട് വീണത്. പശുവിന്റെ തലയിൽ വീഴാതെ ഞാനത് സാഹസികമായി രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ ഇന്നത്തെ പണി ഏകദേശം ഇരുന്നു. ഒരു 10-22 സെന്റിമീറ്റർ നമുക്ക് കുഴിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, ബൈ. ഇന്ന് നമുക്കൊരു നിധി കിട്ടി ഗൈസ്. ഓരോ ഫോളോവേഴ്സിനും ഓരോ സ്പൂൺ മണ്ണ് വെച്ച് കോരി കിണറുപണി പൂർത്തിയാക്കുന്ന നമ്മുടെ ചാലഞ്ചിന്റെ ഡേ 6 ആണിന്ന്. നമുക്ക് 800 സ്പൂൺ മണ്ണാണ് മാറ്റേണ്ടത്. കുറച്ച് കുത്തിയപ്പോൾ മണ്ണിൽ നിന്നും പുക വന്നു. ഞാൻ കുത്തിയത് കിണർ ദേവതയുടെ കണ്ണിലായിരുന്നു. പുള്ളിക്കാരെ ഓടി വന്ന് ദേഷ്യപ്പെട്ടു. ജപ്പാനിൽ നിന്ന് നേരിട്ട് വെള്ളം ഇറക്കി തരാം, പണി നിർത്തി പോടാന്ന് പറഞ്ഞു. കിണറുദേവ എന്നെ കുറെ തളർത്താൻ നോക്കി. ഞാൻ അതിലൊന്നും വീണില്ല. ലാസ്റ്റ് എന്റെ ആത്മാർത്ഥത കണ്ട് അവരെന്നോട് പറഞ്ഞു സൈഡിലേക്ക് മാറി ഒരു 3 സെന്റിമീറ്റർ കുഴിക്കാൻ. ഞാൻ കുഴിച്ചു നോക്കി. ഒരു പൊതി കിട്ടി. ഏറോ ചാത്തൻ കമ്പനിയുടെ വാച്ചായിരുന്നു. ആ കിട്ടിയ നിലനെ വിചാരിച്ച് അതും കഴിക്കിട്ട് ഞാൻ പണി തുടങ്ങി. വാച്ച് കിട്ടിയപ്പോൾ തൊട്ട് നല്ല പവറിൽ കുഴിക്കാൻ പറ്റി. നാട്ടുകാരെ പറ്റിക്കാൻ നോക്കുന്ന രീതിയിലുള്ള കുറെ പ്രൊമോഷൻസ് എനിക്ക് കിട്ടി. നല്ല രീതിയിലുള്ള കൊളാബുകൾ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. അവർക്ക് വേണ്ടി നമ്മുടെ DM തുറന്ന് മലർത്തിയിട്ടുണ്ട്. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കിണറിന്റെ ആഴം കൂടുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഹായ് ഗൈസ്, ഇന്ന് ഡേ 7 ആണ്. ഇന്ന് നമുക്ക് 938 തവണ മണ്ണ് വരണം. പണി തുടങ്ങിയപ്പോൾ തന്നെ പാറയിൽ കൊണ്ട് കൈ മുറിഞ്ഞു. ഇതിന്റെ അടിയിലേക്ക് ഫുള്ള് പാറയാണ് ഗൈസ്. ഇതെന്നെ കൊണ്ട് പറ്റൂന്ന് തോന്നുന്നില്ല. നീ നേരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശക്തിയായിരിക്കും. പക്ഷെ അവർക്ക് മുമ്പിൽ നീ കോട്ടില്ല. അവരെ ജയിക്കാനുള്ള കരുത്ത് നിന്റെ ഉള്ളിൽ നിന്ന് വരും.
അങ്ങനെ പെട്ടെന്ന് കിട്ടിയ കരുത്തുകൊണ്ട് ഞാൻ പാറയെല്ലാം പൊട്ടിച്ച് തൂരി എറിഞ്ഞിരിക്കുന്നു ഗൈസ്. സ്പൂൺ മാറ്റി മൺവെട്ടിയാക്കാൻ ഈ മൺവെട്ടി നമ്മളെ നിർബന്ധിക്കുന്നുണ്ട് കൂടെ. അത് വയറാണോ ഫുട്ബോളാണോ? ആണോ? ഞാനത് മസിൽ കുറച്ച് ലൂസാക്കിപ്പിച്ചതാ. അതൊരു കുഴപ്പമാ. ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത വയറിനെ നമ്മൾ വരച്ച വരയിൽ നിർത്താൻ ഷേപ്പർമെൻ ബ്രാൻഡിന്റെ ഒരു പ്രോഡക്റ്റാണിത്. ഷേപ്പർമെൻ പേര് പോലെ തന്നെ മെൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണിത്. ഇത് എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ചാടിയ വയറ് കൊണ്ട് ഓടിപ്പോയ നമ്മുടെ കോൺഫിഡൻസിനെ പുറകെ പോയി ഓടിച്ചിട്ട് പിടിച്ച് നമ്മുടെ കയ്യിൽ തിരിച്ചു കൊണ്ടുവന്ന് തരുവൻ. വാങ്ങാനുള്ള ലിങ്ക് നമ്മുടെ ബയലുണ്ട്. ലിങ്കിന് കമന്റ് ചെയ്താൽ ലിങ്ക് DM ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് കിണർ പൊഴിക്കാൻ നമുക്ക് പുതിയൊരു സ്പൂൺ കിട്ടിയിട്ടുണ്ട്. ടാറ്റാ കമ്പനിയിൽ നിന്ന് നേരിട്ട് അയച്ചെന്ന സ്പൂണാണിത്. ഓരോ ഫോളോവേഴ്സിനും ഓരോ സ്പൂൺ മണ്ണ് വെച്ച് കോരി കിണർ കുഴിക്കുന്നതിന് 8ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നമുക്ക് ടോട്ടൽ 230 തവണ കുഴിച്ചാൽ മതി. ഫോളോവേഴ്സ് കുറവാണ്. നമ്മുടെ കിണർ ഒരു മനവീരാത്ത കിണറായി മാറുമോ ഗൈസ്? കുറച്ചുപേര് പറഞ്ഞു സ്പൂണിന്റെ വലിപ്പം കൂട്ടാൻ, കുറച്ചുപേര് പറഞ്ഞു കൈക്കോട്ട് കൊണ്ട് കുഴിക്കാൻ. എന്ത് വേണമെന്ന് ഫോളോ ചെയ്തിട്ട് കംപ്ലീറ്റ് ആൽ മാത്രം മതി ഗൈസ്. ഒന്നും രണ്ടും അല്ല, കുറേ ഉണ്ട്. പല സൈസിൽ പല രീതിയിൽ പിടയ്ക്കുന്നത് എൻ്റെ കയ്യിൽ. ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കിണറിന്റെ ആഴവും കൂടും, നമുക്ക് കുടിക്കാൻ വെള്ളവും കിട്ടും. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 50 സെന്റിമീറ്റർ കുളിച്ചു നമ്മൾ. ഓരോ ഫോളോവേഴ്സിനും ഓരോ സ്പൂൺ മണ്ണ് വെച്ച് കൂടി കിണർ പണിയുന്ന 8ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് ചറപറ ഫോളോവേഴ്സിനെ കിട്ടുമെന്ന് വിചാരിച്ച് അടുത്ത വീട്ടിലെ ശാന്തേച്ചിയുടെ സ്പൂണും കൂടി കടം വാങ്ങിയാണ് ഞാൻ വന്നത്. 90 ഫോളോവേഴ്സിനെ മാത്രമേ ഇന്ന് കിട്ടിയുള്ളൂ. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ഫോളോ കൂടി ചെയ്താൽ നമ്മുടെ കിണറുവിനെ വേഗം പൂർത്തിയാക്കി നാട്ടുകാർക്കെല്ലാം വെള്ളം കുടിക്കാൻ പറ്റും. അല്ലെങ്കിൽ തോറ്റ നായകന്മാരുടെ കൂടെ ഞാനും ചരിത്രത്തിൽ ഇടം നേടും. ഇങ്ങനെ പോയാൽ മിക്കവാറും കിണർ പണി പൂർത്തിയാക്കാൻ സാധ്യതയില്ല. എന്തായാലും കിണറ്റിലെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൊളാബ് വീട്ടിൽ ആഴ്ചനെ കുറിച്ച് വെള്ളം മേടിച്ച് എല്ലാവർക്കും കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ വേഗം തന്നെ പണിഞ്ഞെടുത്ത് വീട്ടിൽ പോയി. ഇന്ന് ഏകദേശം ഒരു കൈയുടെ വനപ്പത്തി നമുക്ക് കുറിച്ചിട്ടുണ്ട്. അത് ബൈ. ഇന്നലത്തെ മഴയിൽ 2 കാർ ഒഴുകി നമ്മുടെ കിണറ്റിൽ വീണിട്ടുണ്ട്. കണ്ടിട്ടൊരു ഫെരാരിയും റോൾസ് റോയ്സും പോലെ ഉണ്ട്. ഓരോ ഫോളോവേഴ്സിനും ഓരോ സ്പൂൺ മണ്ണ് വെച്ച് മാറ്റിയാണ് നമ്മൾ കിണർ ഒഴിക്കുന്നത്. ഇന്ന് നല്ല തിരക്കായിരുന്നു. എങ്കിലും ഞാൻ കിണർ ഒഴിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അപ്പോഴാണ് ഒരു വെറൈറ്റി കമന്റ് കണ്ടത്. തമാശക്കാണെങ്കിലും കാര്യത്തിനാണെങ്കിലും ഇട്ടിട്ടുണ്ട്. ശക്തരായ കൗരവന്മാരെ പോലെ നമുക്കിന്ന് 101 തവണ കുഴിക്കണം ഗൈസ്. നമ്മളെ സഹായിക്കാൻ ഒരു കർമ്മൻ പോലുമില്ല. പൊരുക്കി തോറ്റാൽ അങ്ങ് പോട്ടെന്ന് വെക്കും. ബട്ട് ഐ ഓൾവേസ് പ്ലേ ടു വിൻ. കിണറ്റിനേറ്റ കാറ് ഗീവ് കൊടുക്കണമെങ്കിൽ അത് കമന്റിൽ പറഞ്ഞാൽ മതി. നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. ഇന്നത്തെ പണി കഴിഞ്ഞു. ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ച് കിണറിന്റെ ആഴവും കൂടുന്നതായിരിക്കും. ഇപ്പൊ ഏകദേശം 1 മീറ്റർ അടുക്കാറായി. ഓക്കെ ബൈ ഗൈസ്. ഹായ് ഗൈസ്, ഇന്ന് കിണർ കുഴിക്കാൻ നമ്മൾ പുതിയൊരു ഐറ്റമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഓരോ ഫോളോവേഴ്സിനും ഓരോ സ്പൂൺ മണ്ണ് കൂടി കിണർ പണിയുന്നതിന്റെ 11ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മുടെ ഈ കലാഷ്നിക്കോവ ഉണ്ടായിരുന്നെങ്കിലും വിജയനം പറഞ്ഞതുകൊണ്ട് നമ്മൾ അതുമായിട്ട് സ്പൂണാണ് എടുത്തത്. വിജയനം പറഞ്ഞ കാര്യം നമ്മൾ വീഡിയോയുടെ അവസാനം വിട്ടേക്കാം. അന്യായ മോട്ടിവേഷനാണ്. രോമം കണ്ടമൊഴി ഇറങ്ങി ഓടും. ഇന്ന് 220 പൊഴിയാണ് പൊഴിക്കേണ്ടത്. ഇത് ഫ്രീ ഫയർ ഐഡീസ് വാങ്ങാനും വിൽക്കാനും ഉള്ള ഒരു ട്രസ്റ്റഡ് ഗ്രൂപ്പാണ്. വീക്കിലി റെഡീം കോഡിന്റെ ഗീവേ ഉണ്ട്. അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഫ്രീ ഫയർ ഐഡീസ് വാങ്ങാനും വിൽക്കാനും പറ്റും. ലിങ്ക് നമ്മുടെ ബയോയിലുണ്ട്. ഇന്നത്തെ പണി ഏകദേശം കഴിയും. ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കിണറിന്റെ ആഴം കൂടുന്നതായിരിക്കും. நம்மளால எதை ஈஸியா ஜெயிக்க முடியுமோ அதை ஜெயிக்கிறது வெற்றி இல்ல நண்பா. நம்மளால எதை ஜெயிக்கவே முடியாதோ அதை